ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത്. ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നിരാശ നൽകുന്ന ഒരു അറിയിപ്പ് തന്നെയാണ്. അതായത് നമ്മളെല്ലാവരും കാത്തിരുന്നത് ബജറ്റിൽ ക്ഷേമ പെൻഷനിനെ കുറിച്ചുള്ള വർധനവ് സംബന്ധിച്ച വിവരം ഉണ്ടായിരിക്കുമെന്നാണ് നമ്മൾ കാത്തിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊരു വിവരവും ലഭിച്ചിട്ടില്ല. ക്ഷേമ പെൻഷൻ വർധനവ് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുമെന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് ലഭിച്ചു. ഒരുപാട് ആളുകളുടെ സംശയമാണ്, ഒരുപാട് ആൾ കമൻ്റായിട്ടും മെസ്സേജായും ചോദിക്കുന്ന ചോദ്യമാണ് 4800 രൂപയുടെ പെൻഷൻ കുടിശ്ശികയുമായി സംബന്ധിച്ചത്. 4800 രൂപയുടെ പെൻഷൻ വിതരണം ഏപ്രിൽ മാസമായിരിക്കും വിതരണം ചെയ്യുക. അതും ഒരുമിച്ചല്ല വിതരണം ചെയ്യുന്നത്. 4800 രൂപ ഒരുമിച്ചല്ല നമുക്ക് ലഭിക്കുക, ഘട്ടം ഘട്ടമായിട്ടായിരിക്കും വിതരണം ചെയ്യുക. ആകെയുള്ള 5 മാസത്തെ പെൻഷൻ തുകയിൽ 2 മാസത്തെ സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. ഒരു ഗഡു ഓണത്തിനും ഒരു ഗഡു ക്രിസ്തുമസിനും വിതരണം ചെയ്തു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് 3 മാസത്തെ പെൻഷൻ തുകയാണ്. അതായത് 4800 രൂപ സർക്കാരിന് ലഭിക്കുന്ന ഫണ്ടിനനുസരിച്ച് പെൻഷൻ തുക ഉടനെ തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സാധാരണ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ 1600 രൂപ വീതമായിരിക്കും ലഭിക്കുക. എല്ലാ മാസവും നമുക്ക് മുടങ്ങാതെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് 20-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിലായിട്ടാണ്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും ഉണ്ടായിരിക്കുക. 1600 രൂപയായിരിക്കും വിതരണം ചെയ്യുക എന്നും സർക്കാർ അറിയിച്ചു. അതുപോലെ തന്നെ കേന്ദ്ര സഹായം 2000 രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് 2025-ൽ 6000 രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ്. 19, 20, 21 ഗഡുക്കളിലായിട്ട് 2000 രൂപ വീതമാണ് ലഭിക്കുക. കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക ഓരോ വർഷവും 3 തവണ വീതം ലഭിക്കും. കർഷകർ KYCയും ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും പെൻഷൻ അതായത് കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കുക. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.